നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറക്കുമെന്ന്. ഒരുപാട് ആൾക്കാരും ചിന്തിക്കുന്നത് വലിയ വലിയ മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ, വലിയ വലിയ ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ആകുന്നതെന്നാണ്. അങ്ങനെയല്ല. നമ്മൾ പണ്ട് മുതലേ ശീലിച്ച നമ്മുടെ ചെറിയ ചെറിയ ഹാബിറ്റുകളായിരിക്കും പലപ്പോഴും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ആക്കുന്നത്, അതും നമ്മൾ അറിയാതെ. ആൻഡ് മനസ്സിലാക്കുക, ഈ സെൽഫ് കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ മേ ബി നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് വി നീഡ് ദിസ് കോൺഫിഡൻസ്. ആൻഡ് കുറെ ആൾക്കാരും കോൺഫിഡൻസ് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് നിർത്തിക്കോ. അതെങ്ങനെ നിർത്തണം എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കമന്റ് ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ ആ കമന്റ് കാണുമ്പോൾ ദേ വിൽ ഫീൽ ദേ ആർ നോട്ട് അലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ ആക്ച്വലി അത് കുറെ ആൾക്കാർക്ക് ഒരു ആശ്വാസവും കൂടി ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ ആദ്യത്തെ കാര്യമാണ് കോൺസ്റ്റന്റ്ലി സീക്കിംഗ് അപ്രൂവൽ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി, നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടമായി, നിങ്ങൾ അത് എടുത്തിട്ടു ആൻഡ് യു ഫീൽ റിയലി ഗുഡ്. കൊള്ളാലോ, ഇതെനിക്ക് നല്ലോണം ചേരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു 3 ഫ്രണ്ട്സിന് ആ ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്തു. നിങ്ങളുടെ ഫ്രണ്ട്സ് അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നു. അത് കാണുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ മൂഡ് അങ്ങ് പോവാണ്. ആൻഡ് യു ഫീൽ ശരിയാണ്, ഇതെനിക്ക് ചിലപ്പോൾ ചേരുന്നുണ്ടാവില്ലല്ലേ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരുന്നു. ആൻഡ് യു ഫീൽ നിങ്ങളുടെ ഡിസിഷൻ ശരിയായില്ല എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങൾക്ക് ചില സമയത്ത് ഭയങ്കര സംശയം വരും. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കും, അല്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കും. അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടും, നിങ്ങൾക്കൊരു സമാധാനവും, നിങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അവരിനിപ്പോ നോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരാം. ഇതാണ് സംഭവം. എല്ലാ കാര്യത്തിലും നിങ്ങൾ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ? എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ വേറെ ആൾക്കാരോട് ചോദിച്ച് ഉറപ്പിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെയാക്കുന്നത് ഈ ഒരു ഹാബിറ്റ് കൂടിയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഓരോ തവണ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ വേറൊരാൾക്കാരോട് ചോദിച്ച് കൺഫേം ചെയ്യുന്ന സമയത്ത് യുവർ ബ്രെയിൻ ലേൺസ് ദാറ്റ് നിങ്ങളുടെ ഒപ്പീനിയന് വലിയ വിലയൊന്നുമില്ല, നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോവാം. ലൈക്ക് ഇത് ഞാൻ തീരുമാനിച്ച ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല, വേറെ ആരോടെങ്കിലും ചോദിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ യുവർ ബ്രെയിൻ ഈസ് ഓൾവേസ് ലേണിംഗ് നിങ്ങളുടെ ഡിസിഷൻസ് എപ്പോഴും തെറ്റും. അതുകൊണ്ട് വേറൊരാൾ ഉറപ്പിച്ച് പറ്റൂ എന്നുള്ള രീതിയിൽ. ആൻഡ് അത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഓരോ തവണ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡിസിഷൻ ഒരു വിലയില്ല എന്നുള്ളതും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. ആൻഡ് അതൊരു ഹാബിറ്റായി ഓൾറെഡി മാറിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് വേറെ ആൾക്കാരുടെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും. വേറെ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്, വേറെ ആൾക്കാർ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ പോലും നിങ്ങൾക്ക് അത് കൊള്ളില്ലെന്ന് തോന്നാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ വാല്യൂ തന്നെ കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങും. ആൻഡ് മനസ്സിലാക്കുക, അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ കോൺഫിഡൻസ് കൂട്ടേണ്ടത്? കോൺഫിഡൻസ് കൂട്ടാനുള്ള ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ ബിൽഡ് ട്രസ്റ്റ് ഇൻ യുവർ ഓൺ ജഡ്ജ്മെന്റ്. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുക. ആദ്യം തന്നെ ഇപ്പോൾ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യവും ആൾക്കാരോട് ചോദിക്കാതെ ചില കാര്യങ്ങളിൽ ബോധപൂർവം തീരുമാനിക്കുക. ഓക്കെ, ഇത് ഞാൻ തീരുമാനിച്ചു, ഇത് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളും. ആൻഡ് ഓൾസോ ഫീൽ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ദാറ്റ് യു ഡു. അതായത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുക. അത് തെറ്റിപ്പോയാലും ശരിയായാലും. പക്ഷേ ഇന്ന് മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ സ്വന്തമായി തീരുമാനം എടുക്കുക, വേറൊരാളോട് ചോദിക്കാതെ. ആൻഡ് അതിൽ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ പതുക്കെ പതുക്കെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നത് നിങ്ങൾ കാണും. രണ്ടാമത്തെ കാര്യമാണ്, സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് കമ്പയറിംഗ് യുവർ സെൽഫ് ഫ്രീക്വന്റ്ലി ടു അതേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, പെട്ടെന്ന് നിങ്ങളുടെ പോസ്റ്റിന് നല്ല ലൈക്സും കമന്റുകളും വന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വേറൊരു ഫ്രണ്ട് അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു പിക്ക് ഇട്ടിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് കിട്ടിയ ലൈക്കിനേക്കാൾ കൂടുതൽ അവിടെ വന്നിരിക്കുന്നു, കമന്റും വന്നിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് മാറുവാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്ത വരുവാണ്, എന്റെ ഫ്രണ്ട്സ് ആരും എനിക്ക് ലൈക്കും തരുന്നില്ല, അവനല്ലെങ്കിൽ അവൾക്ക് എത്രയോ ലൈക്ക് കിട്ടിയിരിക്കുന്നു. ആൻഡ് മേ ബി എന്റെ ഫോട്ടോ ബോറാണോ, എന്റെ ഫോട്ടോ കൊള്ളില്ലേ? ആൾക്കാരുടെ ലൈക്ക് വെച്ചും വേറൊരാളുടെ പോസ്റ്റും വെച്ച് നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും, മേ ബി ഈ ഫോട്ടോ കൊള്ളില്ലായിരിക്കും, അതായിരിക്കും ആൾക്കാർ ലൈക്ക് ഇടാതെ. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന് തന്നെ അത്ര ഇഷ്ടമല്ലായിരിക്കും, ഞാൻ ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും. അങ്ങനെ പല ചിന്തകളും വരാൻ തുടങ്ങും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും മിക്ക ആൾക്കാരും റീൽസ് കാണുമ്പോൾ റീൽസിൽ വേറെ ആൾക്കാർ ഹാപ്പി ആവുന്നത് കാണുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുകയാണ്, ഇവരുടെ ലൈഫൊക്കെ എന്ത് ഹാപ്പി ആണല്ലേ, ഞാൻ എന്താ ഇങ്ങനെ? ഇതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് തകർക്കുന്നത്. വി ആർ കോൺസ്റ്റന്റ്ലി കമ്പയറിംഗ്. അത് നമ്മൾ പോലും അറിയാതെയാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ആൻഡ് ഇവിടെ യു നീഡ് ടു ബി അവെയർ ഓഫ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു നീഡ് ടു ബി അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു. അതായത് നിങ്ങളുടെ ചിന്തകളിൽ എന്താണ് സംഭവിക്കുന്നത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് മാറ്റാൻ വളരെ പാടായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ
ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? വേറെ ആൾക്കാരെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാതെ ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ വെച്ച് തന്നെ കമ്പയർ ചെയ്യുക. അതായത് ഇന്നലത്തെ നിങ്ങളെക്കാൾ ബെറ്റർ ആണോ ഇന്നത്തെ നിങ്ങൾ, അതോ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. സോ ഇഫ് യു വാണ്ട് സം ചേഞ്ച്, ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ഇൻ യുവർ ലൈഫ്, കമ്പയർ യുവർ സെൽഫ് വിത്ത് യുവർ പാസ്റ്റ് സെൽഫ്. നിങ്ങളുടെ പാസ്റ്റിലെ അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ നിങ്ങളെയും ഇന്നത്തെ നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യും. അവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടായെന്ന് നോക്ക്. മാറ്റം ഉണ്ടായില്ലെങ്കിൽ അവിടെ മാറ്റം കൊണ്ടുവരാൻ നോക്ക്. ജസ്റ്റ് വേറെ ആൾക്കാരുടെ ലൈഫ് വെച്ച് നിങ്ങൾ കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, നമ്മൾ എവിടെ എത്തുകയില്ല. ആൻഡ് നിങ്ങൾക്ക് കോൺഫിഡൻസോ വളരെ ലോ ആയിരിക്കും. അപ്പൊ പിന്നെ ജീവിതകാലം മുഴുവൻ കമ്പയർ ചെയ്തിരിക്കാം. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ സംഭവം എന്താണെന്നറിയോ? എപ്പോഴും സോറി ചോദിക്കുന്നത്, ഓവർ അപ്പോളജൈസിങ്. ചില സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു തിരക്കുള്ള വഴിയിലൂടെ നടന്നു പോവാണ്, പെട്ടെന്ന് ഒരാൾ ഓടിപ്പടച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ ഇടിച്ചു. അവര് നിങ്ങളെ വന്ന് ഇടിക്കുമ്പോഴും നിങ്ങൾ അവരോട് പറയും അയ്യോ സോറി ട്ടോ, സോറി എന്ന് പറയും. നിങ്ങളുടെ ഭാഗത്ത് പോലും അല്ല തെറ്റെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ സോറി ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യത്തിനും ഫ്രണ്ട്സിനോടാണെങ്കിൽ എല്ലാവരോടും സോറി, വെറുതെ സോറി പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ അയ്യോ സോറി 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 ഇങ്ങനെ പറയുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ആൻഡ് ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഒബ്സർവ് യുവർ സെൽഫ്. നമ്മളെപ്പോഴും വേറെ ആൾക്കാരിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ബട്ട് ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യു ആൻഡ് ഹൗ യു തിങ്ക്, ഹൗ യു ബിഹേവ്. ഇതിനെപ്പറ്റി നല്ല അവെയർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ വളരെ പാടായിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരാളോട് സോറി ചോദിക്കുന്നതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവരെ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇഷ്ടമായില്ലെങ്കിലോ അവരുടെ ഒരു അപ്രൂവലിന് വേണ്ടി, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് സോറി ചോദിക്കുന്നു. പക്ഷെ നമ്മൾ ഓരോ തവണ സോറി ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പഠിക്കുന്നത് എന്താണെന്ന് അറിയോ? ഐ എം ഓൾവേസ് റോങ്. എപ്പോഴും തെറ്റെന്റെ ഭാഗത്താണ്, ഞാനാണ് തെറ്റുകാരൻ. ആൻഡ് യു സ്റ്റാർട്ട് ബ്ലെയിമിങ് യുവർ സെൽഫ്. അങ്ങനെ വരുമ്പോൾ ലൈഫ് അത്ര ഈസി ആയിരിക്കില്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അല്ലെ? ആൻഡ് ഓരോ തവണ നിങ്ങൾ എല്ലാ കാര്യത്തിനും സോറി ചോദിക്കുമ്പോൾ നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ ചെറുതാക്കി മാറ്റും. അതായത് നിങ്ങളുടെ ചിന്തയിൽ തന്നെ നിങ്ങൾക്കൊരു സബ്മിസീവ് ഫീലിംഗ് ഉണ്ടാവും. ബാക്കിയുള്ളവരെല്ലാവരും എന്നെക്കാൾ സുപ്പീരിയർ ആണ്, ഞാൻ അവരെക്കാളൊക്കെ ചെറിയ ഒരാളാണ്. അത് വിനയവും എളിമയും ഒന്നും അല്ല കേട്ടോ. അത് ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ കിട്ടാത്തതിന്റെ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എന്തായാലും സംസാരിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാനിത് പറയാണ്. വേറെ ആൾ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടി ഇത്ര നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒരിക്കലും എളിമയും വിനയവും അല്ല, അത് രണ്ടും രണ്ടാണ്. പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ പല ആൾക്കാരും പറയും അയാൾക്ക് എന്ത് എളിമയാണ്, അയാൾക്ക് എന്ത് വിനയമാണെന്നൊക്കെ പറയും. ആൻഡ് യു മേ ഫീൽ ഗുഡ് വെൻ യു ഹിയർ, ബട്ട് യു നോ ഡീപ് ഇൻസൈഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ഒരു ബൗണ്ടറിയും കീപ്പ് ചെയ്യില്ല. നിങ്ങളുടെ ലൈഫിൽ ആൾക്കാർ നിങ്ങളെ അത്ര റെസ്പെക്റ്റും ചെയ്യാൻ പോകുന്നില്ല. സോ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സോറി പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു വേർഡാണ് താങ്ക് യു. അതായത് ഇപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് പോയി, സോറി ഐ എം ലേറ്റ് എന്ന് പറയുന്നതിലും ബെറ്റർ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ മീ. സോ ഇന്ന് മുതൽ ഒബ്സർവ് യുവർ സെൽഫ്. അനാവശ്യമായി നിങ്ങൾ സോറി പറഞ്ഞ് സോറിയുടെ വില കളയുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഓക്കെ, അടുത്തതാണ് ഓവർ എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ് ആൻഡ് സേയിങ് യെസ് വെൻ യു വാണ്ട് ടു സേ നോ. അതായത് നോ പറയണമെന്ന് തോന്നുമ്പോഴും ഓക്കെ പറഞ്ഞ് യെസ് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതും, അതിനു മുമ്പ് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും എക്സ്പ്ലനേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എടാ ഇതൊന്ന് ചെയ്തു തരാമോ? അപ്പൊ തന്നെ മേ ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോഴും നിങ്ങൾ പറയും എടാ ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ചിലപ്പോഴേ ചെയ്യാൻ പറ്റൂ, കാരണം ഇന്ന് എനിക്ക് അവിടെ പോകാനുണ്ട്, അതിനുശേഷം അമ്മയുടെ കൂടെ അവിടെ പോകണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എന്നാലും ഞാൻ നോക്കാവേ, ഞാൻ എന്നിട്ട് പറയാട്ടോ, നീ വേറൊന്നും വിചാരിക്കല്ലേ, ഞാൻ ഒന്നും കൂടി ചിന്തിച്ചിട്ട് പറയാട്ടോ എന്ന് പറയും. യു നോ യു കാൻ ഡു ഇറ്റ്, ബട്ട് സ്റ്റിൽ ആ സമയത്ത് നോ പറയാതെ ആദ്യം നിങ്ങൾ പറയുന്നത് ഇതുപോലെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈവൻ ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ഞാനിത് പറഞ്ഞത് ഇതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കല്ലേ. അങ്ങനെ നമ്മൾ കുറെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുമോ, ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാവില്ല, അവരെന്നെ അകറ്റുമോ എന്നുള്ള പേടിയിൽ നിന്നാണ് ആക്ച്വലി ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇത് വരുന്നത് ഒരു വിശ്വാസത്തിൽ നിന്നാണ്. അതായത് ഇഫ് ഐ ഡോണ്ട് ജസ്റ്റിഫൈ മൈ സെൽഫ് പീപ്പിൾ വിൽ തിങ്ക് ബാഡ്ലി അബൌട്ട് മീ. ഓരോ തവണ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങൾ തന്നെ പറയുന്ന ശീലമാക്കി വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്താലും എന്റെ തീരുമാനങ്ങളെല്ലാം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ഇഷ്ടാവില്ല, അതുപോലെ തന്നെ എന്റെ തീരുമാനങ്ങൾക്ക് ഒരു വിലയില്ല, നോ പറഞ്ഞാൽ അവർ ഹേർട്ട് ആവും. അങ്ങനെ പല രീതിയിലും നമ്മളൊരു പീപ്പിൾ പ്ലീസറായി മാറിക്കൊണ്ടിരിക്കും. സോ ഗായ്സ്, ഇന്നു മുതൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണെന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സമയമില്ല എന്നും പറയുക. നേരെ മറിച്ച് നിങ്ങൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങളുടെ വില നഷ്ടമാകുന്നത്. ആൻഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആവും. അപ്പൊ നിങ്ങൾക്ക് ലൈഫ് ഒരു ഭാരമായിട്ട് തോന്നും. അപ്പൊ യു ഫീൽ
റിയലി ബാഡ്, ദെൻ യു സ്റ്റാർട്ട് കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. ഇന്ന് മുതൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. വലിയ കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ, ആദ്യം കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം, പിന്നെ പതുക്കെ പതുക്കെ. അതായത് ആൾക്കാരെ ഹേർട്ട് ചെയ്ത് നോ എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയേണ്ട ഒരു രീതിയുണ്ട്, അത് മനസ്സിലാക്കി നമ്മൾ പറയാൻ നോക്കാം. ഇനി അത് അറിയില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം, കമന്റ് ചെയ്താൽ മതി, നോക്കാം. സോ അവസാനത്തെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് കൗൺസിലിങ്ങോ തെറപ്പി സെഷനോ ആവശ്യമുണ്ടെങ്കിൽ, അതായത് റിഗാർഡിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമാകാം, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യമാകാം, അങ്ങനെ നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇനി ഗൂഗിൾ ഫോം വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൗൺസിലിംഗ് തെറപ്പി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഇനി അവസാനത്തെ കാര്യമാണ് നോട്ട് അക്നോളജിങ് യുവർ വിൻസ്. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് ഈ ആൾക്കാരുടെ കോംപ്ലിമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്തു, എന്നിട്ട് പെട്ടെന്ന് ആൾക്കാർ പറയാണ് കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതത്ര വലിയ കാര്യമൊന്നുമില്ല, അത് ഭയങ്കര എളുപ്പമായിരുന്നു, ഞാൻ പെട്ടെന്ന് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടി അകലാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് വെരി ബാഡ്. കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറേ അങ്ങ് കുറക്കും. നിങ്ങൾ ചെയ്ത ഒരു കോംപ്ലിമെന്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ കോംപ്ലിമെന്റ് എടുക്കുന്നില്ല, നിങ്ങൾ അവിടെ നിന്ന് ഓടി മാറുന്നു, ആൻഡ് നിങ്ങൾ ചെയ്ത എഫേർട്ട് നിങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയണം അത് കുഴപ്പമൊന്നുമില്ല, അത് ഈസി ആയിരുന്നു, അല്ലെങ്കിൽ അയാൾ ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ്, ഇങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതാണ്, അങ്ങനെ ആയതുകൊണ്ട് നടന്നതാണെന്നൊക്കെ പറഞ്ഞ് എക്സ്റ്റേണൽ ആയ കാര്യത്തിന് നമ്മൾ പൊക്കി പറയും. നമ്മൾ ചെയ്തതിന് ഒരു വിലയും നമ്മൾ കൊടുക്കാതെയും ആവും. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ നമ്മളിത് ശീലിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പണ്ട് മുതൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തയായിരിക്കും ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ആൻഡ് ഈച്ച് ടൈം യു ഡു നിങ്ങളുടെ ബ്രെയിൻ പഠിക്കും യു ആർ നോട്ട് ഗുഡ് ഇനഫ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോംപ്ലിമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും, അല്ലെ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ ബ്രെയിൻ ഇനി മാറണമെങ്കിൽ ബ്രെയിന് പ്രൂഫ് വേണം. ഈ ലോജിക് ആയിട്ട് പറയുന്നതൊന്നും അല്ല നമ്മുടെ ബ്രെയിനെ മാറ്റുന്നത്. അത് ഞാൻ പലപ്പോഴും പണ്ടും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ ബ്രെയിന് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്, പ്രൂഫ് ആണ്. ആ പ്രൂഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രൂഫിൽ നിന്ന് ഓടി മാറരുത്. ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല, ബിക്കോസ് വി ഡോണ്ട് ബിലീവ് ഇൻ ആർ സെൽസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾക്കൊരു പ്രോഗ്രസ് ഉണ്ടായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ്, എനിക്കൊരു മാറ്റമില്ല, ആൻഡ് വി കമ്പയർ വിത്ത് അതേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഈ നിലയിലെത്തി, ഞാൻ എവിടെ എത്തിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കളക്ട് എവിഡൻസ്. അത് ചെറിയ ചെറിയ എവിഡൻസ് ആണെങ്കിലും നിങ്ങൾ ബെറ്റർ ആയി, നിങ്ങൾ പ്രോഗ്രസ് ആയി എന്നുള്ളതിന്റെ എവിഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യാൻ പഠിക്കും. വേറെ ആൾക്കാർ നിങ്ങളോട് കോംപ്ലിമെന്റ് പറയുകയാണെങ്കിൽ അതൊരു എവിഡൻസ് ആണ്, നിങ്ങൾ ബെറ്റർ ആണ്, ബെറ്റർ ആകുന്നുണ്ട് എന്നുള്ളത്. പതുക്കെ പതുക്കെ അത് എടുക്കാൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ്സ് കാണണം. അതായത് നമ്മുടെ ചെറിയ ചെറിയ സ്മോൾ വിൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങണം. പറ്റുമെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ അച്ചീവ്മെന്റ്, അത് വളരെ ചെറിയൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും അത് എഴുതി വെക്കുക. വെൻ യു ഡു ദാറ്റ് യു വിൽ നോ ദാറ്റ് യു ആർ ഗുഡ്. അങ്ങനെ പതുക്കെ പതുക്കെ ആർ കളക്ടിങ് ദിസ് എവിഡൻസ്, ആൻഡ് ഈ എവിഡൻസ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതുമായിരിക്കും. സോ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, ബിക്കോസ് ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് വെൻ ദേ റീഡ് ദാറ്റ് ദേ വിൽ ഫീൽ ദേ ആർ നോട്ട് അലോൺ. എനിക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടി ആയിരിക്കും. സോ എപ്പോഴും മനസ്സിലാക്കുക, ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ 10 ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ബിക്കോസ് അത് പതുക്കെ പതുക്കെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഇത് മാത്രമല്ല, ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ തന്നെ ഇല്ലാതെയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആൻഡ് ബി അവെയർ. അതായത് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ആദ്യത്തെ വഴി. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.